ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഗ്രാനി സ്പെഷ്യൽ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന ഒരു നല്ല അപ്പമാണ് ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫെദർ വെയ്റ്റ് അപ്പമാണ് എന്നാണ് ഇതിന് പറയുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരപ്പമാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു ഫെദർ വെയ്റ്റ് അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ 2 കപ്പ് അരിപ്പൊടി, അതേ കപ്പിൽ 1 കപ്പ് നാളികേരം ചിരകിയത്, ഒരു ചെറിയ കപ്പ് ഇതിൻ്റെ 1/3 ചോറ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റ്, ഇത്ര ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. അടിച്ച മാവ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇത് എന്നിട്ട് ഒരു മണിക്കൂർ വെളിയിൽ വെച്ച് അതൊന്ന് പൊങ്ങി വരാനായിട്ട് അനുവദിക്കണം. നമുക്കപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ തടവണം. അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറായി, ആവശ്യത്തിന് പൊന്തിയിട്ടുണ്ട്. ഈ ബബിൾസ് വന്നു കഴിയുമ്പം നമുക്ക് ഇത് അടച്ചു വെക്കാം. ഈ അപ്പം വളരെ സോഫ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനും എല്ലാം ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ നാളികേരം വറുത്തരച്ചിട്ടുള്ള ചമ്മന്തി, അതല്ലെങ്കിൽ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ചമ്മന്തിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് 2 തവി ഒഴിച്ചിട്ട് തീ കൂട്ടി വെക്കണം. ആ ബബിൾസ് മുഴുവൻ വന്നു കഴിയുമ്പം നമുക്ക് അതിൻ്റെ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ എടുക്കാം. നമ്മുടെ ഫെദർ വെയ്റ്റ് അപ്പം കഴിക്കാൻ റെഡിയായി. നമ്മുടെ ഫെദർ വെയ്റ്റ് അപ്പം റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ.